എക്സാം കംപ്ലീറ്റ്ലി കഴിഞ്ഞു. അതായത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനലാണ് ക്രിസ്മസ് എക്സാം എന്നുള്ള അറിയാം. ഇനി +1 ആവട്ടെ +2 ആവട്ടെ, നിങ്ങൾക്ക് എക്സാം പേപ്പർ കിട്ടിയവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത്. ഇനി എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്, ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതെന്നും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക മക്കളെ. ഇനി ക്രിസ്മസ് എക്സാമിനെ പറ്റിയിട്ടും കഴിഞ്ഞു പോയ ഓണം എക്സാമിനെ പറ്റിയിട്ടും SSLC നിങ്ങൾ എപ്പോഴെങ്കിലും, അതായത് +1 കഴിഞ്ഞ വർഷം, +2 ഒരു വർഷം മുമ്പ് നിങ്ങൾ SSLC കഴിഞ്ഞു. ആ സമയത്ത് നിങ്ങളൊരു ദൃഢനിശ്ചയം എടുത്തിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് റിസൾട്ട് വന്ന സമയത്ത്, SSLC റിസൾട്ട് വന്ന സമയത്ത് പിന്നെ നിങ്ങൾ വീട്ടുകാരോട് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. അത് തന്നെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. +1 അല്ല, SSLC ഏതായാലും ഇങ്ങനെയായി, SSLC ഏതായാലും ഇങ്ങനെയായി. ഇനി ആകെയുള്ള +2 എങ്ങനെയെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ +1 കഴിഞ്ഞു അല്ലെങ്കിൽ +2 എത്തി, സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ +1 കുട്ടികളാവട്ടെ, മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയപ്പോഴും നിങ്ങൾ അതൊക്കെ മെല്ലെ മെല്ലെ മറന്നു. ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഒന്നുമില്ല. ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്ത് ചെറിയൊരു ചൂടുണ്ടായിരുന്നു, പക്ഷേ അത് ആ വെക്കേഷനോട് കൂടി അതും കഴിഞ്ഞു. ഇനി പേപ്പർ കിട്ടുമ്പോൾ, പാരൻസ് മീറ്റിംഗ് വിളിക്കുമ്പോഴൊക്കെ ചെറിയ ചൂട് വീണ്ടും ഉണ്ടാവും. പക്ഷേ എന്നാൽ മക്കളെ, ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, ഈ വാക്ക് നിങ്ങൾ വേണമെങ്കിൽ ഒരു റീല് പോലെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ, അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് എടുത്തു വെച്ചോളൂ. നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇവിടെ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയപ്പോഴെങ്കിലും നിങ്ങളുടെ നാടെടുത്ത് നോക്കുക, നിങ്ങളുടെ ആ ഒരു പഞ്ചായത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൽ മിനിമം ഒരു 3 ഹയർ സെക്കൻഡറി സ്കൂളെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അതായത് നിങ്ങൾ പറയുന്ന കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, ഏതിലെങ്കിലും നിങ്ങൾ ജസ്റ്റ് സീറ്റ് വാങ്ങിയിട്ടുണ്ടാവും, ചെറിയ മാർക്ക് ഉണ്ടെങ്കിൽ പോലും. പക്ഷേ എന്നാൽ നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര കോളേജ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാൻ പറ്റൂ. ഇനി കോളേജ് മാറ്റി നിർത്താം, നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ സയൻസിലാണ് നിങ്ങൾക്ക് എന്ത് വേണ്ടത്, ജസ്റ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടതെന്ന് വെക്കാം. അതേ കോളേജിൽ, നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു കോളേജ് ഉണ്ടെങ്കിൽ അതേ കോളേജിൽ ആ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടോ? അതായത് കോമ്പറ്റീഷൻ നന്നായിട്ട് കൂടി. SSLC കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് +1 അഡ്മിഷൻ കിട്ടാൻ വേണ്ടി വലിയ രീതിയിലുള്ള മാർക്കിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, ഒരുപാട് സീറ്റ് ഒഴിവാണായത്. പക്ഷേ മക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആവട്ടെ, MG യൂണിവേഴ്സിറ്റി ആവട്ടെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആവട്ടെ, കേരള യൂണിവേഴ്സിറ്റി ആവട്ടെ, ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും മക്കളെ, മാർക്കില്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉറപ്പാണ്, തീർച്ചയാണ്, നിങ്ങൾക്ക് സീറ്റ് കിട്ടൂല. ഇനി സീറ്റ് കിട്ടും, നിങ്ങൾ അവിടുത്തെ മാനേജ്മെൻറ്റിനെ പോയി കാണണം. മാനേജ്മെൻറ്റിനെ കാണണം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പലരും ചിലപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ് വാങ്ങിയിട്ടുണ്ടാവും വെറും 10,000 15,000 കൊടുത്തിട്ട്. എന്നാൽ അതിൻ്റെ 10 മടങ്ങോളം നിങ്ങൾ അഡ്മിഷൻ ഫീ ആയിട്ട് ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടി വരും. അത് ഫീസോ മറ്റൊന്നല്ല. ഒരു എയ്ഡഡ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച കോഴ്സ് തന്നെ ആവണമെന്നില്ല. അവർ പറയും ഇന്ന കോഴ്സ് ഉണ്ട്, ഈ കോഴ്സിന് സീറ്റ് ഒഴിവുണ്ട്, വേണമെങ്കിൽ ഇതെടുത്തോ, അല്ലെങ്കിൽ BBAക്ക് സീറ്റ് ഒഴിവുണ്ട്, അല്ലെങ്കിൽ BComന് സീറ്റ് ഒഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് പറയും 1 ലക്ഷമാണ് ഡൊണേഷൻ. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ പോലും പൈസ ചെലവാക്കാൻ കഴിയാത്ത പല കുട്ടികളും എങ്ങനെയാണ് ഈ 1 ലക്ഷം രൂപ, 50,000 രൂപ ചിലവാക്കുക? പക്ഷെ ഞാൻ പറയട്ടെ, അന്ന് ചിലപ്പോൾ നിങ്ങളുടെ അമ്മയുടെ ദേഹത്തുള്ള എന്തെങ്കിലും ഗോൾഡൊക്കെ പണയം വെച്ചിട്ട് ആ പാവങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. ഷുവറാണ്, ആ പാവങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. ഒരിക്കലും നിങ്ങളെ പട്ടിണിക്കിടൂല. അവരൊരിക്കലും നിങ്ങളോട് പഠിക്കണ്ട, ഇനി ഗൾഫിലേക്ക് കയറിക്കോ, അല്ലെങ്കിൽ ഉപ്പ എന്താണ് ജോലി എടുക്കുന്നത്, ഉപ്പാൻ്റെ കൂടെ പോയിക്കോ എന്ന് പറയൂല. അവർ നിങ്ങൾ തോറ്റാലും എങ്ങനെയെങ്കിലും എക്സാം എഴുതി പാസ്സാക്കിയിട്ട് ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിൽ അവരുടെ ദേഹത്ത് ആകെ ഉണ്ടായിരുന്ന കമ്മലോ വളയോ, എന്തിന് സ്വന്തം താലിമാല വരെ പണയം വെച്ച് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർ പഠിപ്പിക്കാൻ തയ്യാറാവും. മക്കളെ, ഇനി നിങ്ങൾക്ക് ഓക്കെ ആണോ? നിങ്ങൾ പറ, ആ താലിമാല, അതായത് അവരുടെ ദേഹത്തുള്ള ആകെയുള്ള ആ ഒരു കമ്മൽ വിറ്റിട്ട് നിങ്ങളെ പഠിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഷുവറാണ് മക്കളെ, ഞാൻ പറയുന്നത് അതിലപ്പുറം അന്തസ്സില്ലായ്മ ഇല്ലടാ, അഭിമാനം കെട്ടവരാണ് നമ്മൾ. അങ്ങനെ തന്നെ ഞാൻ പറയാം ഓപ്പണായിട്ട്. നിങ്ങൾ കുറച്ചും കൂടി വലിയ കുട്ടികളായിട്ടാണ് പറയുന്നത്. അഭിമാനമില്ലാത്തവരായിട്ട് ജീവിക്കേണ്ടി വരും. സ്വന്തം അമ്മയുടെ ദേഹത്ത് ആകെയുള്ള ഒരു പറ്റ് കമ്മൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ പഠിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടും നിങ്ങൾ അതൊന്നും മുഖവിലക്കെടുക്കാതെ, എന്നാൽ ഇപ്പോഴും ഒരു അഭിമാനവും തോന്നാതെ, അല്ലെങ്കിൽ ഒരു അപമാനവും തോന്നാതെ നിങ്ങൾ തല കുനിക്കാതെ അവരുടെ മുന്നിൽ ഇങ്ങനെ, നമ്മൾ പറഞ്ഞ പോലെ എന്താണ് പറയാം, ഒരു വാലാട്ടി നിൽക്കുന്ന ഈ ഒരു എന്താ പറയുക, ഇതിനൊരു വാക്കുകളില്ലടാ നിങ്ങൾക്ക്.
അതിനൊരു വാക്കുകളില്ല. അവരുടെ മുന്നിൽ വീണ്ടും കൈകാട്ടൊന്നുമല്ല, കൈകാട്ടേണ്ട ആവശ്യം വരില്ല. അവർ നിങ്ങളെ പഠിപ്പിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയണം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടിയ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ പുറത്തുള്ള അച്ഛനോ ആരെങ്കിലൊക്കെ ആണെങ്കിൽ നിങ്ങളിങ്ങനെ വിളിച്ചിട്ട് പറയണം സീറ്റ് കിട്ടി. ആ രൂപത്തിലുള്ള റിസൾട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ ബൂസ്റ്റർ ബാച്ചിൻ്റെ കാര്യങ്ങൾ. അതിനാണ് നിങ്ങളോട് എപ്പോഴും നമ്മൾ പറയുന്നത്, ഈ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇപ്പോൾ വെറും ചെറിയൊരു പൈസ, അതായത് 4 മന്തി കഴിക്കുന്ന ഒരു പൈസ മാത്രമേ ഉള്ളൂ. ആ പൈസക്ക് നിങ്ങൾ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ റിഗ്രറ്റ് അടിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഷുവറാണ് ഏറ്റവും കിടിലൻ മാർക്ക് നമ്മൾ നിങ്ങൾക്ക് സെറ്റാക്കി തരും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് വെക്കുക. ഒരിക്കൽ പോലും അമ്മയുടെ ഒരു താലിമാലയോ ഒരു വളയോ ഒരു കമ്മലോ എടുത്ത് പണയം വെച്ച് നിങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ തോറ്റു. നിങ്ങൾ പരീക്ഷ പേപ്പറിൽ മാർക്ക് കുറഞ്ഞപ്പോൾ തോറ്റു എന്ന് പറയുന്നതിനേക്കാളും ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴാണ് തോൽക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മയുടെ ദേഹത്തുണ്ടാകുന്ന ആകെയുള്ള ഒരു കമ്മലോ വളയോ എന്തിന് താലിമാലയെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പണയം വെക്കാൻ അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങൾ പഠിക്കുമായിരിക്കും. പക്ഷെ ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ ഒന്ന് പിറകിലേട്ട് ചിന്തിക്കുക, നിങ്ങളുടെ അമ്മയുടെ താലിമാല വിറ്റിട്ടാണ്, അവരുടെ കയ്യിലുണ്ടായിരുന്ന ആകെയുള്ള വള വിറ്റിട്ടാണ്, അവരുടെ കാതിലുണ്ടായ ആകെയുള്ള കടുക്കൻ വിറ്റ് തന്നിട്ടാണ് നിങ്ങളെ പഠിപ്പിച്ചതെന്ന്. എടാ, അതിലപ്പുറം അല്പത്തരം മറ്റെന്താണുള്ളത്? എടാ, നമ്മൾ പറഞ്ഞ പോലെ പോയി ചത്തുടട എന്ന് പറയും നിങ്ങളുടെ മനസ്സാക്ഷിയോട് തന്നെ. വീണ്ടും ഞാൻ പറയാണ്, പഠിച്ചേക്കണം മക്കളെ, പഠിച്ച് സെറ്റാവണം നിങ്ങൾ. താങ്ക് യു.